ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അവിടുത്തെ ജോലിക്കാരിക്ക് പച്ചമുളക് ജ്യൂസ് ഉണ്ടാക്കി കമല കൊടുക്കുകയാണ്. കഴുത്തി കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് കുടിക്കടി എന്ന് പറഞ്ഞു. വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കുടിച്ചുകൂട്ടോ. രണ്ടകടാഹം വരെ എരിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വെപ്രാളം പിടിച്ച് ഓടിച്ചെന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുകയാണ്. എരുകൊണ്ട് സഹിക്കാൻ പറ്റണില്ല. എന്നിട്ട് തൂത്തും തലോടിയും ആകെ ഇതായിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ നമ്മുടെ ഗൗരിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ നമ്മുടെ ഗൗരീനെ എൻട്രൻസിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞ് ശങ്കുതേണ്ട നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പുസ്തകം കൊണ്ട് വരണതോ വെറും എൻട്രൻസ് അല്ല കേട്ടോ, വക്കീൽ എൻട്രൻസ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ ഗൗരിയെ നല്ല എഡ്യൂക്കേഷനുള്ള കുട്ടിയല്ലേ, അങ്ങനെ ഒരാൾ ഈ അടുക്കളയിൽ കിടന്ന് നരങ്ങിക്കല്ല ചെയ്യേണ്ടത്. പഠിക്കണം, ഇനിയും പഠിക്കണം. ഗൗരിയോട് എനിക്ക് അസൂയ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് അവളോട് അസൂയേ ഇല്ല. പക്ഷെ ശംഖു ഗൗരിയെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുന്നിലേക്കൊരു ഫോൺ വരികയാണ്. മറ്റാരുമല്ല, ശേഖരനാണ്. ഞാൻ നേരിട്ട് കാണുന്നില്ലെന്ന് ചൊല്ലാൻ ഈ റീൽസ് കാണുമ്പോഴല്ലേ. ശേഖരേട്ടാ, ഞാൻ നല്ല മൂഡിലല്ല, കുറച്ച് നേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ്. എങ്ങേ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടിയാലേ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോട് നമ്മളത് തുറന്നു പറയണം. എന്തുട്ടാ നിൻ്റെ പ്രശ്നം? ഈ ശേഖരേട്ടനോട് നീ പറ. എൻ്റെ പൊന്നു ശേഖരേട്ടാ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് തന്നെ കേട്ടോ. നീ വന്നേ പിന്നെ ഈ ശേഖരേട്ടൻ അടിമുടിയൊന്നും മാറിയത്. ഈ റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയത് അതിന് ശേഷം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ആദ്യം കരിങ്കളിയാട്ടോ ചെയ്തത്. സംഭവം സൂപ്പറായിരുന്നു എന്നാ വേറെ പിള്ളേരൊക്കെ പറയണത്. അതിന് ശേഷം അതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വല്ലാത്ത ആവേശം വന്നു കേട്ടോ. പിന്നെ ഞാൻ ചെയ്തൊരു റീലുണ്ട് കേട്ടോ, ചുണ്ടലി ഈ ചുണ്ടലി ആ ചുണ്ടലി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു റീലല്ലേ. അത് അടിപൊളിയായിട്ടോ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ വേറൊരു സാധനം ചെയ്തു. ഞാൻ ചെയ്യാൻ പോണേ ഉള്ളൂ, അത് ഞാൻ ഗംഗയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഗംഗയെ അഭിപ്രായം എനിക്ക് പറയണം കേട്ടോ. അപ്പോൾ ചിരിച്ചിട്ട്, എൻ്റെ പൊന്ന് ശേഖരേട്ടാ, നിങ്ങളുടെ ഒരു കാര്യം, ആ ചുണ്ടലി ഈ ചുണ്ടലി എൻ്റെ ദൈവമോ എൻ്റെ പൊന്നോ സമ്മതിക്കണം. യുദ്ധഭൂമിയിൽ ഏതായി ബടൻ ഇങ്ങനെയുള്ള കമൻ്റ് ഒന്നും ശേഖരേട്ടൻ്റെ വീഡിയോയ്ക്ക് താഴെ വരാറുണ്ടോ? എൻ്റെ ഗംഗെ ശരിയാ, ആ കമൻറ്റ് മാത്രമേ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? പറ ഗംഗെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കമല അങ്ങോട്ടേക്ക് പറഞ്ഞത്. അപ്പോൾ കയ്യിലൊരു ഗ്ലാസ് പാലുണ്ട്, മിണ്ടാണ്ടിരിക്കുക, അതുകൊണ്ട് ആ കമല വരണുണ്ട് എന്ന് പറഞ്ഞു. കമലെടുത്തി ഇതെന്താ കയ്യിൽ എന്ന് ചോദിച്ചോ. ഇതോ പാലാ എന്ന് പറഞ്ഞു. അമ്മ തന്നു വിട്ടതാ എന്ന് പറഞ്ഞു. ശരി, എനിക്കാണോ? അല്ല, ശേഖരേട്ടനാ എന്ന് പറഞ്ഞു. ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ ശേഖരൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശേഖരൻ പാല്, എടി കമലേ, അപ്പോൾ നീ പഴയതുപോലെ വീട്ടിലെ ജോലിയൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയോ നീ? അപ്പോൾ ശേഖരൻ അത് വാങ്ങി വളരെ സ്വാദാരം കുടിക്കുകയാണ്. ഇങ്ങനെ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം കേട്ടോ. എന്താ ശേഖരേട്ട ഇത്? കമലടുത്തേക്ക് സുഖമില്ലാണ്ടിരിക്കല്ലേ, ഇങ്ങനെയാണോ ഏട്ടത്തിയോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഗംഗേ, ഇവളെ പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിലേ ഇവളെ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങൂട്ടോ, അതുകൊണ്ടാ. അവസാനം എന്നിട്ട് ശേഖരനെ ഒന്നും നോക്കാതെ മടക്കുന്ന പാല് മൊത്തം അടിച്ചകത്ത് കയറ്റി. എന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് കുടിച്ചിട്ട് കൊടുത്തു. അത് കമല ഗ്ലാസ്സുമായിട്ട് പോയിട്ട് ആ വാതുക്കെ നിന്നു തിരിഞ്ഞൊന്ന്. എന്ത് വേണം എന്ന് തിരിഞ്ഞു ചോദിച്ചു. അല്ല, ഇനി എന്താ നിനക്ക് വേണ്ടത്? പാലിന് ടേസ്റ്റ് വ്യത്യാസം, രുചി വ്യത്യാസം ഒന്നും തോന്നിയില്ലല്ലോ. രുചി വ്യത്യാസമോ എന്ന് ചോദിച്ചു. പാലിൽ ഇത്തിരി വിഷം കലക്കിയിരുന്നോ? അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. രുചി വ്യത്യാസമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? എടി നാശം പിടിച്ചവളെ, എടി വഞ്ചകി എന്നൊക്കെ വിളിച്ചു നമ്മുടെ ശേഖരൻ. അപ്പോൾ കമലൊന്ന് ചിരിച്ചു. എന്തുട്ടാണ് ചെയ്തത്? ഗംഗ, ഞാൻ ഇപ്പം മരിക്കുവേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ശേഖരൻ താഴേക്ക് പോവാണ്. ഈ സമയം മഹാദേവനും നമ്മുടെ കുഴുത്തൊരു വക്കീലും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കാർച്ച കേൾക്കുന്നത്. ഇതെന്തത്? ആരെപ്പോൾ കരയുന്നത്? ഹൈ, ഒച്ച കേൾക്കണ്ടല്ലോ. ഇവിടെ ഇപ്പം ആര് കരയാനാ എന്ന് രാധാമണി. എന്തോ കാര്യമായ പ്രശ്നമുണ്ട് കേട്ടോ, ബഹളമൊക്കെ കേൾക്കണ്ട എന്ന് വക്കീലും പറഞ്ഞു. ആംബുലൻസ് വിളിക്കച്ചാ എന്ന് പറഞ്ഞ് ശേഖരനാണ് ഓടി ഇറങ്ങി വരുന്നത്.
അയ്യോ അമ്മേ എന്ന് വിളിച്ച് എന്താടാ ആംബുലൻസ് വിളിക്ക് എന്ന് പറഞ്ഞു. എന്താ ഇപ്പം ആർക്കാ സീരിയസ്? എനിക്കാ സീരിയസ്. എന്തിനാ ഇവനൊക്കെ വിളിച്ച് പറയണത്? എന്താ നിനക്ക് വല്ല പറ്റിയോ? നിനക്ക് വല്ല പ്രേതത്തിനെയും കണ്ടോ? എന്താ? അപ്പം നമ്മുടെ ഗംഗയും കൂടെ വന്നു. ദേവമാമ പ്രശ്നമാണ്, വേഗം ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക എന്ന് ഗംഗയും പറഞ്ഞു. അയ്യോ എന്താ മോളെ കാര്യം എന്നിട്ടാന്ന് വെച്ചാൽ പറയേ എന്ന് പറഞ്ഞു. അയ്യോ അച്ഛാ ഞാൻ വിഷം കുടിച്ചാ വിഷം കുടിച്ചു. അയ്യോ എടാ ശേഖര, നീ എന്തുട്ടിനാടാ വിഷം കുടിച്ചത്? എൻ്റെ മോനെ നിനക്ക് എന്തുമാത്രം വിഷമാടാ? അതെന്തിനായിരുന്നടാ ഇത്രയും അധികം വിഷമം? അതെന്താണെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ വക്കീലും ചോദിച്ചു എന്താന്ന് പറ. അപ്പം ശേഖരൻ നിന്നാണെങ്കിൽ തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. എന്തിനാടാ വാ തുറന്ന് പറയടാ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നച്ഛ, ഞാൻ സ്വന്തമായിട്ട് അത് കഴിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ കുടിച്ചതല്ല കേട്ടോ, അവളെ എനിക്ക് ആ പിശാച് തന്നതാ എന്ന് പറഞ്ഞു. ആര്? കമലയോ എന്ന് ചോദിച്ചു. ആ അമ്മ തന്നു വിട്ടാന്ന് പറഞ്ഞ അവൾ എനിക്ക് വിഷം കൊണ്ട് തന്നതാ അച്ഛ എന്ന് പറഞ്ഞു. അമ്മ തന്നു വിട്ടതല്ലേ എന്ന് വിശ്വസിച്ച് ഞാൻ ആ പാല് മുഴുവൻ കുടിക്കുകയും ചെയ്തു. എൻ്റെ ഈശ്വര, കുടിച്ച് കഴിഞ്ഞപ്പോഴല്ലേ അവൾ പറയണത് അതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. ഷു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ ദൈവമേ, ആംബുലൻസ് വിളിക്കടോ എന്ന് പറഞ്ഞു വക്കീലിനോട്. എൻ്റെ നെഞ്ചൊക്കെ പൊട്ടിപ്പോണു വച്ചാ എന്ന് പറഞ്ഞു. ആ കമല എൻ്റെ കുഞ്ഞിനെ ഇത് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ കേട്ടില്ലേ ഇത് എന്ന് ചോദിച്ചു. അയ്യോ എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യേ. എടോ വക്കീലേ, ഹോസ്പിറ്റലിലേക്ക് വേഗം വിളിക്കടോ, വേഗം വിളിക്ക്. വേഗം വിളിക്ക് എന്ന് പറഞ്ഞു. വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം വക്കീൽ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അയ്യോ എന്താടോ റേഞ്ച് കിട്ടണില്ല മഹാദേവൻ സാറേ. ഓ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഗംഗ വേഗം വിളിക്കുകയാണ്. ഗംഗേ, ശേഖരേട്ടൻ ടെൻഷൻ ആവില്ലെന്നോ? എൻ്റെ എല്ലാ കയ്യിൽ നിന്നും പോയിരിക്കുക. ആംബുലൻസിനെ വേഗം വിളിക്കേണ്ട ഗംഗേ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തേക്ക് അവരോട് വരുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ആ നിലവിളി ശബ്ദമൊക്കെ ഇട്ട് വരാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഓഹോ എൻ്റെ ദൈവമേ അച്ഛാ, എനിക്ക് പറ്റണില്ല കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞു. ഷു, ഈ ഭ്രാന്ത് പിടിച്ച അവിടെ എങ്ങനെ മര്യാദയ്ക്ക് അവിടെ എങ്ങനെ ഇരിക്കടാ എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗംഗ ഫോൺ വിളിച്ചു. വിളിച്ചറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശേഖറിൻ്റെ പെർഫോമൻസ് ഇത് കണ്ടിട്ടാണ് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്താ പ്രശ്നം? എന്തുട്ടാ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചോ. എന്താ പറ്റിയത് ഗംഗേ എന്ന് ചോദിച്ചു ഉടനെ ഗൗരി. എന്ത് പറ്റാൻ? നീ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം. അവളെ ഭ്രാന്തിനെ ചികിത്സിപ്പിച്ച് ഈ വീട്ടിൽ നിർത്തിയതും ഒക്കെ നീയാ. അമ്മ വെറുതെ ചാടിക്കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാന്ന് പറ. കമലടുത്തി എന്താ ചെയ്യേണ്ടത്? അതെ, കമലടുത്തി എന്താ ചെയ്തത്? ശംഖു, അത് പിന്നെ കമലടുത്തി പാലിനകത്ത് ശേഖരന് വിഷം കലർത്തി കൊടുത്തു എന്നാ പറയണത്. അയ്യോ ഞാനിപ്പോൾ ചാവേ എന്ന് പറഞ്ഞു. പാലിലോ? നമ്മുടെ കമലടുത്തിയോ? നീ ഒന്ന് പോയെന്ന് അവിടുന്ന്. അതൊന്ന് ഇല്ല, കമലടുത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. നീ ഇന്ന് കഥാപ്രസംഗം നടത്താതെ വേഗം ആംബുലൻസ് വിളിയടാ എന്ന് നമ്മുടെ ശംഖുവിനോട് ശേഖരൻ പറയാണ്. എൻ്റെ പൊന്ന് ശേഖരൻ കുഞ്ഞെ, ടെൻഷൻ അടിക്കല്ലേ. അവരൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ സെറ്റായി വരില്ലേ, പിന്നെ എന്താ കുഴപ്പം? അച്ഛൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെ ആട്ടോ. എൻ്റെ പൊന്നച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ എടി ഗംഗേ, അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പോവാട്ടോ. എൻ്റെ പൊന്നു ശേഖരേട്ടാ, നിങ്ങളൊന്ന് അടങ്ങ്. കമലെടുത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ പോടാ. ശേഖരേട്ടാ, എന്താ സത്യമെന്ന് ഞാൻ കമലെടുത്തോട് ചോദിക്കാം. ശേഖരേട്ടൻ ടെൻഷൻ അടിക്കാതെ. നീ സത്യം ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും എൻ്റെ മോൻ മരിച്ച് പരലോകത്തെത്തിയിട്ടുണ്ടാവും എന്നുടനെ രാധ. അമ്മ ഇച്ചിരി ലോജിക്കായിട്ട് സംസാരിക്കാവോ? ഒന്ന് നിർത്തുവോ? അല്ല, ഇതിനകത്ത് ഇപ്പം എന്താണ് ഇത്ര ലോജിക്ക്? എൻ്റെ പൊന്നച്ഛ, ശേഖരേട്ടനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ഈ വീട്ടിൽ ആ സാധനം വേണ്ടേ? നമ്മൾ ആരും അറിയണ്ട കമലയിടത്തേക്ക് എങ്ങനെയാ പോയി വിഷം വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ഒരു സാധ്യതയില്ല കേട്ടോ. അത് ഇതാണ് കേട്ടോ നമ്മുടെ ശങ്കരൻ കുഞ്ഞു പറഞ്ഞ കേട്ടോ അതിൻ്റെ കറക്റ്റ് എന്നുണ്ടേ വക്കീൽ പറയാം. അല്ല മഹാദേവ സാറേ, ഇവിടെ ആ സാധനം ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, ചാരങ്ങാട്ട് വീട്ടിൽ എന്തിനാടോ വിഷം സ്റ്റോക്ക് ചെയ്തിരിക്കണത്? അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചു. 3 നേരം ഉരുട്ടിയിട്ട് വെട്ടി വിഴുങ്ങാനാണോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, ഇനി നെഞ്ചൊന്ന് തടങ്ങി താടിക്കെങ്കേ. എൻ്റെ ശേഖരേട്ടൻ്റെ അവസാനത്തെ ആഗ്രഹ
എന്നെ ഒന്ന് ആശ്വസിപ്പിക്കടി എന്ന് പറഞ്ഞു. അന്നേരത്തിന് മഹാദേവനെ കാര്യം മനസ്സിലാവുന്നു. ആംബുലൻസ് വരുമോയെന്ന് നീ ഒന്ന് വിളിച്ച് ചോദിക്കൻ്റെ മോളെ. അയ്യോ. അപ്പോഴേക്കതേ ശേഖരൻ്റെ ബോധം പോയ പോലെ ദേണ്ട കിടക്കുന്നു അവിടെ. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അതെ, നീയേ ഞാൻ പോയാലും വേറെ കല്യാണമൊന്നും കഴിക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് ഉടനെ. നമ്മുടെ മണിമുത്തശ്ശിയാണ് തിരവുന്നത്. അതെ, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എൻ്റെ പേരിടണം കേട്ടോ, ശേഖരൻ. മനസ്സിലാവുന്നുണ്ടോ ഗംഗേ? കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലായി കേട്ടോ. എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്. അപ്പം മണിമുത്തശ്ശി മണി കിളിക്കപ്പം, അയ്യേ നിങ്ങളായിരുന്നോ? നിങ്ങളാരെയാ വിളിച്ചത്? അയ്യോ എൻ്റെ ദൈവമേ. അപ്പോൾ ഇത് കണ്ടിട്ട് വക്കീലിന് ചിരിയും വന്നു. ചാവാൻ പോകുമ്പോഴും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണ്. അച്ഛാ, എനിക്ക് തല കറങ്ങുന്നുണ്ട് കേട്ടോ ശരിക്കും. മഹാദേവൻ സാറേ, എന്തോ ലക്ഷണമൊക്കെ കണ്ടിട്ട് ദേ ഇപ്പം അകത്തേക്ക് ചെന്ന സാധനം തലച്ചോറിൽ ചെന്ന ലക്ഷണം കേട്ടോ. എനിക്ക് ശരിക്കും പോവാട്ടോ അച്ഛാ, എങ്ങനെയെങ്കിലും എൻ്റെ ബോധം പോവാട്ടോ എന്ന് പറഞ്ഞു തീർന്നില്ല. ദേ ശേഖരൻ്റെ ബോധം പോയി. അയ്യോ എന്ന് പറഞ്ഞ് രാധാമണിയും ഉടനെ പെട്ടെന്ന് കുട്ടിശങ്കരനെ എല്ലാവരും അടുത്ത് ചെല്ലുകയാണ്. ശേഖര, എടാ ശേഖര, നീ ഒന്ന് കണ്ണു തുറക്കടാ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കണ്ണു തുറക്കുന്നില്ല. മഹാദേവൻ സാറേ, ഇതിപ്പോൾ കയറി തലമണ്ടയിലെത്തിയത് ഉറപ്പാട്ടോ എന്നുടനെ വക്കീല്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ബോധം പോവില്ല കേട്ടോ. അപ്പോഴേക്ക് രാധാമണി ഇരുന്ന് കരയാനും തുടങ്ങി. എടാ മോനെ ശേഖര, നീ ഒന്ന് കണ്ണു തുറക്ക്. കുട്ടിശങ്കര, ആംബുലൻസ് വരുന്നതൊന്നും വരും നോക്കണ്ട, നമുക്ക് വണ്ടി ഉണ്ടല്ലോ, വണ്ടി എടുക്ക്, വേഗം വണ്ടി എടുക്ക്. ഇവനെ എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അപ്പം കമല ദേണ്ട അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ശേഖരന് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേനും, അതെ നിനക്ക് ഞാൻ ഒരെണ്ണം തരും, അസുഖമുള്ളതാണെന്ന് നോക്കില്ല. അമ്മേ എന്താ കാര്യം? എൻ്റെ മോനെ കൂലയ്ക്ക് കൊടുത്തിട്ട് ഒരു കൂസലില്ലാതെ വന്ന് നിൽക്കുന്ന നീ എപ്പോൾ കണ്ടില്ലേ എന്നുണ്ട് രാധാമണി. കമലയിടത്തി, ദേ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്ന് പറഞ്ഞു. സത്യം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല. കമലയിടത്തി, ശേഖരേട്ടന് വിഷം കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു. ചോദിച്ച് കേട്ടില്ലേ കമലയിടത്തി, ദയവ് ചെയ്തൊന്ന് സത്യം പറയാം. അപ്പം നീ ഉണ്ടല്ലോ, അവളോട് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ചോദിച്ചാൽ അവൾ സത്യമൊന്നും പറയില്ല. അവളുടെ മുടിക്ക് കൊത്തിപ്പിടിച്ച് അങ്ങോട്ട് ചോദിക്ക് ശങ്കരേ, അവൻ ചോദിക്ക് എന്ന് പറഞ്ഞു. അതെ കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, നിർത്തി. അയ്യോ എൻ്റെ മോനെ, നീ കണ്ണിച്ചോരയില്ലാത്തവൾ എന്ത് ചെയ്തത്? എൻ്റെ പൊന്നമ്മേ, അമ്മയൊന്നും അടങ്ങി നിൽക്കുന്നുണ്ടോ? കമലയിടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്താണെങ്കിലും ഗൗരി, നീ കമലയിടത്തിയോട് ചോദിക്ക. നീ ചോദിച്ചാൽ കമലയിടത്തി സത്യം മാത്രമേ പറയുള്ളൂ. നീ ഒന്ന് ചോദിക്കടി, നീ ചോദിച്ചാൽ കള്ളം പറയില്ല എന്ന് പറഞ്ഞു ശങ്കർ. ഏട്ടത്തി, എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, സത്യം പറയാം, എന്താ സംഭവിച്ചത്? ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുറേ നേരം ആലോചിച്ചിട്ട്, പിന്നെ എന്തിനാ എല്ലാവരും കേൾക്കണം, ആ ഏട്ടത്തി ഒന്ന് പറയാം എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ വന്ന് അന്നേരം കേട്ടോ. എന്തുട്ടില്ലെന്നാണ് നീ പറഞ്ഞത്? ഞാൻ ഇങ്ങേർക്ക് വിഷമൊന്നും കലക്കി കൊടുത്തിട്ടില്ല എന്ന് കമല തീർത്തു തന്നെ പറഞ്ഞു. പിന്നെ ഏട്ടത്തി ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഗൗരി, ഞാൻ നിന്നോട് കള്ളം പറയുമോ? പിന്നെന്തിനാ? ഞാൻ വിഷം കൊടുത്തു എന്ന് ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാ. ഉറപ്പാണോ എന്ന് ചോദിച്ചു മഹാദേവൻ. പക്ഷേ ഇനി ഈ ഗംഗയുടെ പുറകെ നടന്നാൽ ഇങ്ങേർക്ക് ഞാൻ ഇനി ശരിക്കും വിഷം കലക്കി കൊടുക്കും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കമല നേരെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം കാര്യം നമ്മുടെ ശങ്കറിന് മനസ്സിലായി. അപ്പം നമ്മളെ ശേഖരേട്ടൻ കാണിച്ച കോഴിത്തരത്തിന് കിട്ടിയ പണിയല്ലേ ഇത്? അപ്പോഴേ എനിക്ക് തോന്നിയതാ. അതെ, ഇതൊക്കെ അത് മുന്നേ തന്നെ ശേഖരേട്ടൻ അനുഭവിച്ചോട്ടെ. ഗൗരി നീങ്ങ വാ എന്ന് പറഞ്ഞ് ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കർ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഗംഗ വന്നിട്ട്, എൻ്റെ ദേവമാമേ, ഈ ശേഖരേട്ടൻ എന്താ ഇങ്ങനെയായി പോയത്, കഷ്ടം എന്ന് പറഞ്ഞ് ദേവമാമയും പോയി. ദേവമാമയല്ല, ഗംഗയും കയറിപ്പോയി. അപ്പോൾ ഇവിടെ നിന്നിട്ട് വക്കീൽ, അതേ മഹാദേവൻ സാറേ, ലൈറ്റൊക്കെ ഇട്ട് ഇതേ സൈറിനൊക്കെ മുഴക്കി ആംബുലൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നല്ലേ? എന്നാലേ താൻ ആംബുലൻസിൽ കയറിയിട്ട് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു. ചെല്ലട വക്കീലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ മസനഗുടി വഴി ഊട്ടിയിലൊഴിക്കൊന്ന് വിട്ടാലോ ആംബുലൻസിലോ? നന്നായി. അയ്യോ, തൻ്റെ ഒരു മസനഗുടി
എൻ്റെ പൊന്ന് വക്കീലേ, താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോടോ, താൻ്റെ ഒരു കാര്യം വേണ്ടല്ലേ. എടോ വാഷ് ഔട്ട് വക്കീലേ, എന്താടോ താൻ പറയണത്? എല്ലാവരും ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ ദൈവമേ. അപ്പം രാധാമണി, എൻ്റെ പൊന്നോ എന്താ പറ്റിയത്? അല്ല ഇവന് ഇതുവരെ ബോധം തെളിഞ്ഞില്ലല്ലോ, പിന്നെ എന്ത് എൻ്റെ മോന് പറ്റിയത് എന്ന് രാധ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അത്രേ ഉള്ളോ, അത് ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്ന് ചെന്നാൽ, ഡാ ശേഖര എണീക്കടാ എന്ന് പറഞ്ഞു. ഒരു തട്ട മര്യാദയ്ക്ക് എണീറ്റ് പോടാ. വേഗം തന്നെ ശേഖരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വിട്ടു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ഇവർക്ക് ചിരി വന്നു കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് എന്തോ ആലോചിച്ചിരിക്കുന്നു. മുത്തശ്ശി അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ വേണി കയ്യിലൊരു ചായക്കപ്പ് ഒക്കെ ആയിട്ട് വന്നു. ദാ മുത്തശ്ശി ഇത് കുടിക്കുക എന്ന് പറഞ്ഞു. ഇത് പിടിച്ചേ മോളെ, ഇത് നോക്കിയേ, അവൻ എന്തോ കുറേ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, നീ ഒന്ന് ചെന്ന് ചോദിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി നേരെ അങ്ങോട്ടേക്ക് ചെന്നു, മുത്തശ്ശിയും ചെന്നു. അല്ല മത്താപ്പേ, എന്താ ആദർശേട്ടൻ കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്തിട്ട് ആദർശേട്ടാ അത്? എന്തൊക്കെയോ ആലോചിച്ചു, എന്താണെന്ന് ഓർമ്മ കിട്ടണില്ല മോളെ. ഇവനിങ്ങനെ ഈ വീട്ടിൽ തന്നെ ഇരുന്നാലേ അവന് മനസ്സ് മടുത്തു പോവും. എന്തെങ്കിലും ചെയ്യും. അത്തെ മുത്തശ്ശി പറഞ്ഞത് ആ കറക്റ്റ് കാര്യമാട്ടോ. ഈ വീട്ടിലിങ്ങനെ ഇരിക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യാം? അതോ എനിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചു വേണി. വേണ്ട വേണി, എനിക്കെന്തോ പുറത്തേക്ക് പോകാനൊന്നും തോന്നുന്നില്ല. ആദർശേ, ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന് ഇവിടെ ഇരുന്ന് ആകെ മടുപ്പായതാ. ദേ മത്താപ്പേ, നമുക്കേ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാന്നേ, അപ്പം സെറ്റാകുമല്ല. വേണ്ട വേണി വേണ്ട, എന്താണെങ്കിലും വേണ്ട, എനിക്ക് എങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഇത് കേട്ടില്ലേ മുത്തശ്ശി? മോനെ വേണി മോടെ ഒരാഗ്രഹമല്ലേടാ മോനെ, നീ സമ്മതിക്ക്. ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. നിന്റെ ആഗ്രഹത്തിനെതിരെ വേണ്ട, നീ ആ വീൽ ചെയർ എടുത്തിട്ട് വാ. വീൽ ചെയറോ? അതിനിപ്പോൾ എന്തിനാ വീൽ ചെയർ എന്ന് ചോദിച്ചു. അല്ല പിന്നെങ്ങനെ പോവാ? അതിനല്ലേ വാക്കിംഗ് സ്റ്റിക്ക്, അത് മതി കേട്ടോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വാക്കർ മതിയെന്നേ, അതാ നല്ലത് എന്ന് പറഞ്ഞു. വീൽ ചെയറില്ലാതെ പോയാലോ അത് ശരിയാവില്ല വേണി. അതെ മോളെ, അവന് ചിലപ്പോൾ കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. ആണോ മത്താപ്പേ? എന്താ പിന്നെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല. പിന്നെന്താ? അല്ല പെട്ടെന്ന് ഇനി എൻ്റെ കാലിനൊക്കെ വേദനയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? അതിനല്ലേ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുക, ഇപ്പം ഞാൻ സെറ്റാക്കി തരാട്ടോ എന്ന് പറഞ്ഞ് വേണി അകത്തേക്ക് കയറിപ്പോവാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്തമ വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ബൈ ആൻഡ് സീ യു അഗെയിൻ.